ഹലോ, ഇപ്പം എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാൻ ഷിയ പ്രഭു. പ്രണയം വളരെ മനോഹരമാണ്, വളരെ മാസ്മരികമാണ്, വല്ലാത്തൊരു അനുഭൂതിയാണ്. പ്രണയിക്കാനും പ്രണയിക്കപ്പെടാനും ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. അതിനിപ്പോൾ പ്രായമോ ഒന്നും തന്നെ അതിന് ബാധകമല്ല. അത്രയ്ക്ക് ഇഷ്ടമാണ് എല്ലാവർക്കും പ്രണയം തങ്ങളെ ഒരു പ്രത്യേക രീതിയിൽ പരിഗണിക്കുന്നതിന്. പക്ഷേ ഈ പ്രണയം എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഓരോ തരത്തിലാണ് ഓരോരുത്തരോടും തോന്നുന്നത്. അതിപ്പോൾ സ്ത്രീക്കും പുരുഷനും, സ്ത്രീക്കായാലും പുരുഷനായാലും അവരുടെ അവരുടെ പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ടൊക്കെ ആയിരിക്കാം, അവരുടെ ഇഷ്ടങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ടായിരിക്കും ഒരാളെ ഇഷ്ടപ്പെടുന്നത്. ചിലപ്പോൾ ഒറ്റ നോട്ടത്തിൽ ഇഷ്ടപ്പെടുന്നവരെ കാണുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുന്നവരും ഉണ്ടാവാം. അപ്പോൾ സ്ത്രീക്ക് തോന്നുന്ന രീതിയിലുള്ള പ്രണയമായിരിക്കില്ല പുരുഷന് തോന്നുന്നത്. അപ്പോൾ സ്ത്രീകൾക്ക് ചിലരോട് പെട്ടെന്ന് തന്നെ ഒരു അടുപ്പോ ഒരു ഇഷ്ടമൊക്കെ തോന്നും. അപ്പോൾ അത് ഏത് തരത്തിലുള്ള പുരുഷന്മാരിലേക്കാണ് സ്ത്രീകൾ പെട്ടെന്ന് അടുക്കുന്നത്, അല്ലെങ്കിൽ അവർ എത്തിപ്പെടാനായിട്ട് ശ്രമിക്കുന്നത്, അവരെ കൂടെ കൂട്ടുവാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്നാണ് ഇന്ന് നമ്മൾ പറയുന്നത്. ഏതൊരു സാഹചര്യത്തിലാണെങ്കിൽ കൂടിയും കരിയറിൽ സക്സസ് ആവുന്ന പുരുഷന്മാരെ സ്ത്രീകൾക്ക് പെട്ടെന്ന് തന്നെ ഒരു ഇഷ്ടവും അടുപ്പമൊക്കെ തോന്നാറുണ്ട്. അപ്പോൾ കരിയറിൽ സക്സസ് ആയാൽ അത് ലൈഫ് കൂടി സക്സസ് ആയി ബെറ്റർ ലൈഫ് കിട്ടുമെന്നാണ് സ്ത്രീകൾ കരുതുന്നത്. അതുകൊണ്ട് തന്നെ ഏതൊരു സാഹചര്യത്തിലാണെങ്കിൽ കൂടിയും കരിയറിനായിരിക്കണം മുൻതൂക്കം. അത് എത്രമാത്രം നല്ല രീതിയിൽ വിജയകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നാണ് ഓരോ പുരുഷനും ചിന്തിക്കേണ്ടത്. അല്ലാതെ നമ്മളുടെ കരിയറിന് പ്രൊഫഷനൊക്കെ വിട്ടിട്ട് നമ്മൾ ഒരിക്കലും പ്രണയത്തിൻ്റെ പുറകെയോ അല്ലെങ്കിൽ മറ്റെന്തിൻ്റെ പുറകെയാണെങ്കിൽ കൂടി പോകാനായിട്ട് ശ്രമിക്കരുത്. അപ്പോൾ കരിയറിൽ സക്സസ് ആയിരിക്കുന്ന പുരുഷന്മാരിലേക്ക് സ്ത്രീകൾ പെട്ടെന്ന് തന്നെ അവർക്കൊരു അടുപ്പോ ഇഷ്ടമൊക്കെ തോന്നുന്നതായിട്ട് കാണാറുണ്ട്. ഈ സ്ത്രീകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് കാട്ടിക്കൂട്ടുന്നതെല്ലാം തന്നെ കോമാളിത്തരമായിട്ട് മാറുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് ചിലപ്പോൾ ആദ്യം കാണുമ്പോൾ ഒന്നും തോന്നില്ല, പിന്നീട് ഇതുപോലെയുള്ള കാട്ടിക്കൂട്ടലുകളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, അവരെ ശ്രദ്ധ പിടിച്ചു വിട്ടാൻ കാട്ടിക്കൂട്ടൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നത് ശുദ്ധ കോമാളിത്തരമായിട്ട് മാറുകയും അതൊരു ഇഷ്ടക്കേടിന് മാത്രമാണ് വഴിക്കുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് ഏതിലാണോ കഴിവ്, നിങ്ങൾ എന്തിലാണോ നിങ്ങൾ സക്സസ് ആയിട്ട് നിൽക്കുന്നത് അല്ലെങ്കിൽ നല്ല രീതിയിൽ ശോഭിച്ചുകൊണ്ടിരിക്കുന്നത്, അവിടെ മാത്രം നിങ്ങൾ നിങ്ങളുടെ ശ്രദ്ധ കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആളുകളിലേക്കായിരിക്കും, എപ്പോഴും കോമാളിത്തരം കാട്ടി ശ്രദ്ധ പിടിച്ചു പറ്റുന്നവരിലേക്കായിരിക്കില്ല, അവരവരുടെ രീതിയിലുള്ള കഴിവുകളെ തെളിയിക്കുന്നവരിലേക്കായിരിക്കും സ്ത്രീകൾ എപ്പോഴും അടുക്കുവാനായിട്ടും അല്ലെങ്കിൽ അവരുടെ ഇഷ്ടം പ്രകടിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത്. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുമായിട്ടുള്ള സംസാരത്തിൽ എപ്പോഴും നിങ്ങൾ അല്ലെങ്കിൽ ഇഷ്ടം നേടിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുമായിട്ടുള്ള കോൺവെർസേഷനിൽ എപ്പോഴും കുറച്ചൊക്കെ ക്ഷമ കാണിക്കേണ്ട കാര്യമുണ്ട്. നമ്മളിപ്പോൾ എടുത്ത് ചാടിയിട്ടുള്ള ഒരു മരുവ ചിലപ്പോൾ ആലോചിക്കാതെ ആയിരിക്കും ഉടനടി മറുപടി പറയുക, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു മെസ്സേജ് ആണെങ്കിൽ കൂടി റിപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ സംസാരിക്കുന്നത് അവർ തമ്മിലുള്ള ഒരു ഫോൺ കോളിലാണെങ്കിൽ സംസാരിക്കുന്ന സമയത്ത് എടുത്ത് ചാടിയുള്ള ഒരു മറുപടി, ഒന്നും ആലോചിക്കാത്ത തരത്തിലുള്ള മറുപടി ഒരിക്കലും ഉണ്ടാവാനായിട്ട് ഇടവരുത്തരുത്. ക്ഷമയോട് കൂടിയിട്ടുള്ള എന്ത് കാര്യമാണെങ്കിൽ കൂടിയും ക്ഷമയോട് കൂടിയിട്ടുള്ള ഒരു മറുപടി ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ട് ഫോൺ കോളാണെങ്കിൽ നിങ്ങൾ അവർക്ക് കൂടി സംസാരിക്കാനുള്ള ഒരു അവസരം നൽകണം. നിങ്ങളെക്കുറിച്ച് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കാതെ അവർ കൂടി സംസാരിക്കാനുള്ളൊരു അവസരം നൽകുക. എപ്പോഴും നമ്മൾ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിപ്പോൾ ആരാണെങ്കിലും സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ മറ്റൊരാൾ കേൾക്കാനുള്ളൊരു മനസ്സ് കാണിക്കണം. അപ്പോൾ അവർ കൂടി സംസാരിക്കണം, അവർക്ക് എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കാനുള്ളൊരു മനസ്സ് നമ്മൾ കാണിക്കാൻ ശ്രമിക്കണം. അപ്പോൾ എപ്പോഴും ഏതൊരു ബന്ധത്തിലാണെങ്കിലും ക്ഷമയോട് കൂടിയിട്ടുള്ള സംസാരത്തിന് വളരെയേറെ ഇമ്പോർട്ടൻസ് ഉണ്ട്. നിങ്ങളുടെ പ്രവർത്തികൾ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വഭാവ രീതികളെല്ലാം തന്നെ മറ്റുള്ളവരിൽ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്ന രീതിയിലുള്ളതായിരിക്കണം. എപ്പോഴും കുറച്ചെങ്കിലും ഒരു ചലനം മറ്റുള്ളവരിൽ ഉണ്ടാക്കുന്ന രീതിയിലായിരിക്കണം എപ്പോഴും നിങ്ങളുടെ നിങ്ങളുടെ പ്രവർത്തനങ്ങളും, അല്ലെങ്കിൽ നിങ്ങളൊരു ചെറിയ ചലനങ്ങൾ പോലും മറ്റുള്ളവരിൽ ഒരു ഇമ്പ്രഷൻ ഉണ്ടാക്കുന്ന രീതിയിലായിരിക്കണം. അപ്പോൾ ചിലർക്കത് വളരെയേറെ പെട്ടെന്ന് തന്നെ സാധിക്കാറുണ്ട്. ഇങ്ങനെ ചെറിയൊരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ പോലും മറ്റുള്ളവരുടെ ഇൻഫ്ലുവൻസ് ചെലുത്താനുള്ള കഴിവ് അവർക്ക് ജന്മനാ കിട്ടുന്നതായിരിക്കണം. അപ്പോൾ ഇത്തരത്തിലുള്ളവരിലേക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്കതിങ്ങനെ ഒരു കഴിവില്ല എങ്കിൽ നിങ്ങളത് കൃത്രിമമായിട്ടുണ്ടാക്കണമെന്നല്ല പറയുന്നത്, പക്ഷേ കുറച്ചൊക്കെ ആലോചിച്ചിട്ട് വേണം എന്ത് കാര്യങ്ങൾ ചെയ്യാനായിട്ട്. ഉടനടിയുള്ള ഒരു രീതിയിലുള്ള ഒരു ഇതുണ്ടാവരുത്. കുറച്ചൊക്കെ ആലോചിച്ച് മറ്റുള്ളവരിൽ ഇൻഫ്ലുവൻസ് ചെലുത്താൻ നിങ്ങളെക്കൊണ്ട് നിങ്ങളുടെ കഴിവുകളിൽ അവർ അപ്രീഷിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഇൻഫ്ലുവൻസ് ചെലുത്താൻ സാധിക്കുന്ന രീതിയിലുള്ളതായിരിക്കണം നിങ്ങളുടെ പ്രവർത്തനങ്ങൾ. അപ്പോൾ ഇങ്ങനെ മറ്റുള്ളവരിൽ ഇൻഫ്ലുവൻസ് ചെലുത്താനായിട്ട് സാധിക്കുന്നവരിലേക്ക് സ്ത്രീകൾ പെട്ടെന്ന് തന്നെ ഒരു അടുപ്പം കാണിക്കാറുണ്ട്. എപ്പോഴും ഇമോഷണലി വളരെയേറെ പെർഫെക്റ്റായിട്ട് ഇരിക്കാനായിട്ട്
ഇമോഷണലി ബാലൻസ് ആയിട്ട് ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പോൾ ഒരു ചെറിയൊരു കാര്യമാണെങ്കിൽ കൂടി നമ്മളെപ്പോഴും വൈകാരികമായിട്ട് അത് പ്രതികരിക്കാനായിട്ട് നമ്മൾ കുറച്ചൊരു ആലോചിച്ച് ബുദ്ധിപൂർവ്വമായിട്ടുള്ള ഒരു നീക്കമായിരിക്കണം നടത്തേണ്ടത്. അപ്പോൾ ഒരിക്കലും നമ്മൾ ഇമോഷണലി എന്താ പറയുക ഇംബാലൻസ് ആയിരിക്കുന്ന സമയത്ത് ഒരിക്കലും എന്ത് കാര്യത്തിനാണെങ്കിൽ കൂടിയും നമ്മൾ റിയാക്ട് ചെയ്യാനായിട്ട് നിൽക്കരുത്. അപ്പോൾ നമ്മൾ കുറച്ചൊന്ന് സ്റ്റേബിളായതിന് ശേഷം മാത്രമായിരിക്കും നമ്മൾ എന്ത് കാര്യത്തിനാണെങ്കിൽ കൂടിയും മറ്റുള്ളവരോട് റിയാക്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇമോഷണലി ബാലൻസ് ആയിട്ടുള്ളവരെയും സ്ത്രീകൾക്ക് വളരെയേറെ ഇഷ്ടമാണ്. അവർ ഏത് പ്രതിസന്ധി വന്നാലും അത് സോൾവ് ചെയ്ത് അല്ലെങ്കിൽ നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത് പോവും എന്നാണ് സ്ത്രീകൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങളെക്കുറിച്ചുള്ള മുഴുവൻ കാര്യങ്ങളും എപ്പോഴും മറ്റൊരാളോട് തുറന്നു പറയാതിരിക്കുക. മുഴുവനായിട്ട് ഒരിക്കലും ഒരാളോട് നിങ്ങളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ കരിയർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫൈനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ആയിക്കോട്ടെ, അങ്ങനെ എന്താണെങ്കിൽ കൂടിയും നിങ്ങളെക്കുറിച്ചുള്ള മുഴുവൻ കാര്യങ്ങളും ഒരിക്കലും ആരോടും തുറന്നു പറയാതിരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് എന്താ പറയുക ഒരു ചെറിയൊരു നിഗൂഢത നിലനിർത്തിക്കൊണ്ട് നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങളെക്കുറിച്ച് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി, മനുഷ്യൻ അങ്ങനെയാണല്ലോ ചേട്ടനെങ്കിൽ മറ്റുള്ളവരെ കാര്യങ്ങൾ അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി എപ്പോഴും ഉള്ളിലുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നിങ്ങളിലേക്ക് അറിയാൻ, അപ്പോൾ നിങ്ങളോട് ചെറിയൊരു ഇഷ്ടം തോന്നിയിട്ടുണ്ട് എങ്കിൽ നിങ്ങളോടൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അവർ കൂടുതൽ നിങ്ങളോട് അടുക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും നിങ്ങളൊരു എന്താ പറയുക ചെറിയൊരു നിഗൂഢത നിലനിർത്തിക്കൊണ്ട് തന്നെ നിങ്ങളുടെ മുഴുവൻ കാര്യങ്ങളൊന്നും മറ്റുള്ളവരോട് ഓപ്പണൈസ് ആവാതെ ഇരിക്കുക. അപ്പോൾ ഇതുവഴി നിങ്ങളിലേക്ക് സ്ത്രീകൾ പെട്ടെന്ന് തന്നെ അടുക്കുന്നതായിട്ട് കാണാറുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ട് നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ നിലനിർത്തുക. അതുപോലെ തന്നെ എപ്പോഴും മറ്റുള്ളവരുടെ മുമ്പിൽ ഓപ്പണൈസ് ആവാതെ ഇരിക്കുക. അതുപോലെ തന്നെ നമ്മൾ നല്ല ക്ഷമയോടുകൂടി കാര്യങ്ങൾ കേൾക്കാനുള്ള ഒരു കരുതൽ കാണിക്കുക. അങ്ങനെയുള്ള ഇത്രയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആരാണോ നിങ്ങളിലേക്ക് അടുക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നവർ നിങ്ങളിലേക്ക് സ്വാഭാവികമായിട്ട് നിങ്ങളൊന്നും ചെയ്യാതെ വെറുതെ അനാവശ്യമായിട്ടുള്ള കാട്ടിക്കൂട്ടലുകളൊന്നും ചെയ്യാതെ തന്നെ നിങ്ങളിലേക്ക് അവർ സ്വാഭാവികമായിട്ടുള്ള ആകർഷിച്ച് നിങ്ങളിലേക്ക് അടുക്കുന്നതിനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ കാണുന്നവരെ ബായ്. താങ്ക് യു ഫോർ വാച്ചിങ്.